ഈ വീഡിയോയിൽ ഒരാൾ പൊട്ടിക്കരയുന്നതും അവരെന്റെ കുട്ടിയെ കൊല്ലും, എനിക്ക് എന്റെ മകളെ ഒരൊറ്റ തവണ കണ്ടാൽ മതി, അവസാനമായി എനിക്ക് അവളെ കാണണം എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നതും കാണാം. അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ അത്രത്തോളം വേദനാജനകമായ വികാരങ്ങൾ ഉണ്ടായിരുന്നു. ഈ വീഡിയോ കണ്ട ഏതൊരാളുടെയും കണ്ണുകൾ തീർച്ചയായും ഈറനണിയും. തീർച്ചയായും ഇന്നത്തെ കേസ് നമ്മുടെ സമൂഹത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യന്റെ സ്വഭാവത്തിന്റെ വലിയൊരു ഉദാഹരണമാണ്. എന്നാൽ സ്വന്തം മകളെ കുറിച്ച് അദ്ദേഹത്തിന് ഇത്രയധികം ഭയം തോന്നുവാൻ മാത്രം ആരായിരുന്നു ആളുകൾ? ഒരു സന്തോഷകരമായ കുടുംബം ഇത്രയും ദാരുണമായ ഒരു അവസാനത്തിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? ഇതാണ് ഏറ്റവും വലിയ ചോദ്യം. ഈ കേസ് വളരെ വികാരഭരിതവും അനേകം ആളുകളുടെ മനസ്സിൽ വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നതുമാണ്. അതുകൊണ്ട് അനാവശ്യ ചോദ്യങ്ങളിലേക്ക് കടക്കാതെ നമുക്ക് ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ ആരംഭിക്കാം. എങ്കിൽ മാത്രമേ ഈ കേസിൽ ഇരയായ ആളുടെ വേദന നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ചണ്ഡീഗഡിലെ മൗലി കോംപ്ലക്സ്, അവിടെ താമസിച്ചിരുന്ന മോനു തന്റെ മാതാപിതാക്കൾക്കും ചെറിയ സഹോദരനുമൊപ്പം ഒരു സാധാരണ വീട്ടിലാണ് താമസിച്ചിരുന്നത്. കുടുംബം ചെറുതായിരുന്നു, എന്നാൽ ഉത്തരവാദിത്തങ്ങൾ വളരെ വലുതായിരുന്നു. കാരണം വീടിന്റെ മുഴുവൻ ചുമതലയും അദ്ദേഹത്തിന്റെ പിതാവിന്റെ ചുമലിലായിരുന്നു. അദ്ദേഹം ദിവസം മുഴുവൻ കഠിനാധ്വാനം ചെയ്ത് വൈകുന്നേരമാകുമ്പോഴേക്കും വീട്ടിലെ ചിലവുകൾ എങ്ങനെയെങ്കിലും നടന്നു പോകാനുള്ള പണം മാത്രമാണ് സമ്പാദിച്ചിരുന്നത്. എങ്കിലും മക്കളുടെ പഠനം നിർത്താൻ അദ്ദേഹം ഒരിക്കലും അനുവദിച്ചില്ല. കാരണം ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഏറ്റവും വലിയതും ശരിയുമായ വഴി വിദ്യാഭ്യാസം മാത്രമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. എന്നാൽ മോനുവിന് പഠനത്തോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ സ്കൂളിൽ അവന് നല്ല സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു. കൂടാതെ കോമൾ എന്ന പേരുള്ള ഒരു കൂട്ടുകാരിയും അവനുണ്ടായിരുന്നു. കോമൾ മോനുവിന്റെ അയൽപ്പക്കത്ത് തന്നെയാണ് താമസിച്ചിരുന്നത്. അതുകൊണ്ട് സ്കൂൾ സമയത്തിന് ശേഷവും രണ്ടുപേരെയും ഒന്നിച്ചു കാണാമായിരുന്നു. അവരുടെ കുടുംബങ്ങൾക്കും പരസ്പരം നന്നായി അറിയാമായിരുന്നു. അങ്ങനെ സമയവും കാലവും കടന്നുപോയി. അവരുടെ സൗഹൃദം മുമ്പത്തേക്കാൾ കൂടുതൽ ശക്തമാകാൻ തുടങ്ങി. സ്കൂൾ പഠനം പൂർത്തിയായ ശേഷവും അവർ വേർപിരിഞ്ഞില്ല. പഠനം ഒരേ കോളേജിൽ തന്നെ പ്രവേശനം നേടുകയും ഹയർ സ്റ്റഡീസ് ഒന്നിച്ച് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ രണ്ടുപേരും പരസ്പരം അത്രയധികം മനസ്സിലാക്കാൻ തുടങ്ങിയിരുന്നു. ആ സൗഹൃദം എപ്പോഴാണ് പ്രണയമായി മാറിയതെന്ന് അവർക്ക് പോലും മനസ്സിലായില്ല. ഈ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് കോമളാണെന്ന് മോനുവിന് തോന്നിയിരുന്നു. മറുഭാഗത്ത് കോമളിനും മോനുവിനോടൊപ്പം ഉള്ളത് വളരെ സുരക്ഷിതത്വമായി അനുഭവപ്പെട്ടു. അതുകൊണ്ട് പഠനം പൂർത്തിയായ ശേഷം വിവാഹം കഴിച്ച് എന്നും ഒന്നിച്ച് ജീവിക്കാൻ ഇരുവരും തീരുമാനിച്ചു. എന്നാൽ അവരുടെ വഴി അത്ര എളുപ്പമായിരുന്നില്ല. കാരണം ഇരു കുടുംബങ്ങളും അവർക്ക് മുന്നിൽ വലിയൊരു മതിൽ പോലെ നിലയുറപ്പിച്ചു. കോമളുടെ വീട്ടുകാർക്ക് മോനുവിനെ ചെറുപ്പം മുതലേ അറിയാം. എങ്കിലും അവനെ തങ്ങളുടെ മരുമകനാക്കാൻ അവർ ഒട്ടും തയ്യാറായില്ല. കാരണം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, മോനുവിന്റെ വരുമാനം. പഠനം കഴിഞ്ഞിട്ടും അവൻ ഒരു കമ്പനിയിലും ജോലി ചെയ്യുന്നുണ്ടായിരുന്നില്ല. പകരം റിക്ഷ ഓടിച്ചാണ് ജീവിച്ചിരുന്നത്. അതുകൊണ്ട് മകളുടെ ജീവിതം അവനോടൊപ്പം സുരക്ഷിതമായിരിക്കില്ല എന്ന് കോമളുടെ കുടുംബത്തിന് തോന്നി. മറുഭാഗത്ത് മോനുവിന്റെ മാതാപിതാക്കളും വിവാഹത്തിന് തയ്യാറായിരുന്നില്ല. ആദ്യം നല്ലൊരു ജോലി കണ്ടെത്തണം, സ്വന്തം ഭാവി സുരക്ഷിതമാക്കണം, അതിനുശേഷം വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാം എന്നായിരുന്നു അവരുടെ നിലപാട്. ഇതൊരു പ്രായത്തിന്റെ ആകർഷണം മാത്രമാണെന്നും കാലക്രമേണ രണ്ടുപേരും പരസ്പരം മറന്നോളുമെന്നും ഇരു കുടുംബങ്ങളും ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ അത് അവരുടെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണയായിരുന്നു. കുടുംബങ്ങൾ അവരെ എത്രത്തോളം മനസ്സിലാക്കാൻ ശ്രമിച്ചോ അത്രത്തോളം അവരുടെ ബന്ധം ശക്തമായിക്കൊണ്ടിരുന്നു. ഒടുവിൽ കോമൾ മോനുവിനോട് പറഞ്ഞു, ഇപ്പോൾ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഒരു പക്ഷെ തങ്ങൾക്കിനി ഒരിക്കലും ഒന്നാകാൻ കഴിയില്ല എന്ന്. മോനു ഒരിക്കൽ കൂടി തന്റെ കുടുംബത്തെ സമ്മതിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുന്നത് കണ്ടപ്പോൾ വിവാഹം നടന്നില്ലെങ്കിൽ കെട്ടിടത്തിന് മുകളിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യുമെന്ന് രണ്ടുപേരും ഉറപ്പിച്ചു. എന്നാൽ സ്വന്തം ജീവൻ കളയുകയായിരുന്നില്ല അവരുടെ ലക്ഷ്യം. പകരം തങ്ങളുടെ കുടുംബത്തിന്മേൽ സമ്മർദ്ദം ചെലുത്തി അവരെ ഭയപ്പെടുത്തി വിവാഹത്തിന് സമ്മതിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. ആദ്യം ഇരുവരും വെവ്വേറെ കെട്ടിടങ്ങളുടെ മുകളിൽ നിന്ന് ചാടാനാണ് ആലോചിച്ചിരുന്നത്. എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അതിന് പ്രതീക്ഷിച്ചത്ര സ്വാധീനമുണ്ടാകില്ല എന്ന് അവർക്ക് തോന്നി. അതിനാൽ അവർ പദ്ധതി മാറ്റി. ഇരുവരും ഒരേ കെട്ടിടത്തിന്റെ മുകളിൽ തന്നെ കയറി നിൽക്കാൻ തീരുമാനിച്ചു. ആളുകൾ ഒരുമിച്ച് കാണുമ്പോൾ കുടുംബത്തിന്മേൽ കൂടുതൽ സമ്മർദ്ദം ഉണ്ടാകുമല്ലോ. ഈ പദ്ധതി പ്രകാരം ഒരു ദിവസം മോനു രഹസ്യമായി കോമളിനെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് മേൽക്കൂരയിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് ബഹളം വെച്ച് ഇരു കുടുംബങ്ങളെയും നാട്ടുകാരെയും അങ്ങോട്ടേക്ക് ആകർഷിച്ചു. തങ്ങളുടെ വിവാഹം നടത്തി തന്നില്ലെങ്കിൽ രണ്ടുപേരും ആ മേൽക്കൂരയിൽ നിന്ന് താഴേക്ക് ചാടുമെന്ന് അവർ ഭീഷണി മുഴക്കി. ഈ കാഴ്ച കണ്ട് ഇരു കുടുംബങ്ങളുടെയും ബോധം കെട്ടുപോയി. എല്ലാവരും അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഇരുവരും തങ്ങളുടെ പിടിവാശിയിൽ ഉറച്ചു നിന്നു. ഒടുവിൽ സ്വന്തം മക്കളുടെ ജീവൻ രക്ഷിക്കാനായി കുടുംബങ്ങൾക്ക് അവരുടെ ആ വാശിക്ക് മുന്നിൽ വഴങ്ങേണ്ടി വന്നു. അങ്ങനെ ഏകദേശം
2018 ഇരുവരുടെയും വിവാഹം നടന്നു. വിവാഹശേഷം മോനും കോമളും തങ്ങളുടെ പുതിയ ജീവിതം ആരംഭിച്ചു. വീടിന്റെ 2ാം നിലയിലായിരുന്നു അവരുടെ താമസം. മോന് പഴയതുപോലെ തന്നെ റിക്ഷ ഓടിച്ച് കുടുംബം പുലർത്തി പോന്നു. കോമളും അവന്റെ എല്ലാ പ്രയാസങ്ങളിലും താങ്ങായി ഒപ്പം തന്നെ നിന്നു. ഇരു കുടുംബങ്ങളും ഈ ബന്ധം സ്വീകരിച്ചതോടെ വീടുകളിലെ അന്തരീക്ഷം സാധാരണ നിലയിലായി. ഇതിനിടയിൽ വിവാഹം കഴിഞ്ഞ ഏകദേശം 2 വർഷത്തിനു ശേഷം അവർക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു. കുഞ്ഞിന്റെ വരവോടെ ആ കുടുംബത്തിന്റെ സന്തോഷം ഇരട്ടിയായി. മോന് തന്റെ മകളെ ജീവന തുല്യം സ്നേഹിച്ചു. മുത്തച്ഛനും മുത്തശ്ശിക്കും അവൾ സ്വന്തം ജീവനായിരുന്നു. എന്നാൽ കുടുംബത്തിലെ ചിലവുകൾ വർദ്ധിച്ചതോടെ റിക്ഷ ഓടിച്ചുള്ള വരുമാനം കൊണ്ട് മാത്രം എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായി. അതിനാൽ മോനുവിനെ സഹായിക്കാനായി കോമളും ജോലി ചെയ്യാൻ തീരുമാനിച്ചു. കോമൾ വിദ്യാസമ്പന്നയായതിനാൽ സ്വന്തം വീട്ടിൽ വെച്ച് തന്നെ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു തുടങ്ങി. തുടക്കത്തിൽ വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ് വന്നിരുന്നതെങ്കിലും അവളുടെ നല്ല അധ്യാപന രീതി കാരണം ക്രമേണ ചുറ്റുമുള്ള ആളുകളും തങ്ങളുടെ കുട്ടികളെ പഠിക്കാനായി അവളുടെ അടുക്കലേക്ക് അയക്കാൻ തുടങ്ങി. എന്നാൽ 2023 അവൾ ട്യൂഷൻ എടുത്തിരുന്ന അതേ വീട്ടിലേക്ക് 20 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരനെത്തി. സണ്ണി എന്നായിരുന്നു അവന്റെ പേര്. തുടക്കത്തിൽ സണ്ണി മറ്റു കുട്ടികളെ പോലെ പഠിക്കാൻ മാത്രമാണ് വന്നിരുന്നത്. എന്നാൽ ക്രമേണ അവൻ കോമളുമായി ആവശ്യമില്ലാത്ത സംസാരങ്ങൾ തുടങ്ങി. ആദ്യം പഠനത്തിന്റെ പേരിൽ തുടങ്ങിയ സംസാരം പിന്നീട് തമാശകളിലേക്കും അടുത്ത ബന്ധത്തിലേക്കും വഴിമാറി. മോനു രാവിലെ മുതൽ രാത്രി വരെ ഈ റിക്ഷ ഓടിക്കുന്ന ജോലിയിൽ തിരക്കിലായിരുന്നതിനാൽ തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഈ വലിയ മാറ്റങ്ങളെക്കുറിച്ച് അവൻ യാതൊരു സൂചനയും ലഭിച്ചില്ല. കോമളിനും സണ്ണിയുടെ സാമീപ്യം ഇഷ്ടപ്പെട്ടു തുടങ്ങി. ക്രമേണ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം അധ്യാപക വിദ്യാർത്ഥി എന്ന അതിർവരമ്പുകൾ ലംഘിച്ചു. ആദ്യം ഒന്നും ആരും ഇത് കാര്യമാക്കിയില്ലെങ്കിലും സണ്ണിയുടെ വീട്ടിലേക്കുള്ള വരവ് പരിധി വിട്ടുയർന്നതോടെ കുടുംബത്തിനും സംശയം തോന്നി. നാട്ടുകാരും ഇവരെക്കുറിച്ച് അപവാദം പറഞ്ഞു തുടങ്ങി. ആദ്യം വീട്ടുകാർ ഇതൊരു വസ്തുതാവിരുദ്ധമായ വാർത്തയായി തള്ളിക്കളഞ്ഞെങ്കിലും കാര്യം വെറുമൊരു സൗഹൃദമല്ലെന്ന് വൈകാതെ അവർക്ക് ബോധ്യപ്പെട്ടു. വിവരമറിഞ്ഞ മോനു കോമളുമായി സംസാരിച്ചെങ്കിലും അത് വലിയ വഴക്കിലാണ് അവസാനിച്ചത്. മോനുവിന്റെ മാതാപിതാക്കളും അവളെ ഉപദേശിക്കാൻ ശ്രമിച്ചു. സണ്ണിയിൽ നിന്ന് അകലം പാലിക്കാനും സ്വന്തം കുടുംബത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അവർ ആവശ്യപ്പെട്ടു. എന്നാൽ ഇതൊന്നും കോമളിനെ ബാധിച്ചതേയില്ല. സണ്ണിയുമായുള്ള ബന്ധം ഉപേക്ഷിക്കില്ല എന്നും മോനുവിന് വിവാഹമോചനം നൽകുമെന്നും അവൾ തുറന്നടിച്ചു. താൻ ഏതൊരു പെൺകുട്ടിക്ക് വേണ്ടിയാണോ സ്വന്തം കുടുംബത്തെ വരെ എതിർത്തത്, ജീവൻ പണയം വെച്ചത്, ആ കോമളിൽ നിന്ന് ഇത് കേട്ട മോന് പൂർണ്ണമായും തകർന്നുപോയി. പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ഇരു കുടുംബങ്ങളും പലതവണ ഒന്നിച്ചിരുന്ന് ചർച്ചകൾ നടത്തിയെങ്കിലും ഒരു തീരുമാനവുമില്ലാതെ പിരിയുകയായിരുന്നു. ദിവസം ചെല്ലുന്തോറും വീട്ടിൽ വഴക്കുകൾ പതിവായി. അന്തരീക്ഷം അങ്ങേയറ്റം സങ്കീർണമായി. ഒടുവിൽ വഴക്ക് സഹിക്കാനാകാതെ കോമൾ തന്റെ 6 വയസ്സുള്ള മകളെയും കൂട്ടിക്കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോയി. മകളുടെ ചിരി മുഴങ്ങിയിരുന്ന ആ വീട് പെട്ടെന്ന് നിശബ്ദമായതോടെ മോനു തീർത്തും ഒറ്റപ്പെട്ടു പോയി. പകൽ മുഴുവനും പണിതിരക്കിലാണെങ്കിലും വീട്ടിലെത്തുമ്പോൾ മകളുടെ ഓർമ്മകൾ അവനെ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു. എല്ലാം പഴയപടിയാകുമെന്ന് അവൻ പ്രതീക്ഷിച്ചെങ്കിലും കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണ് ചെയ്തത്. കോമൾ സ്വന്തം വീട്ടിലേക്ക് പോയി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവളുടെ കാമുകനായ സണ്ണി 15-20 ഗുണ്ടകളുമായി മോനുവിന്റെ വീടിന് മുന്നിലെത്തി വലിയ ബഹളവും നാടകീയ രംഗങ്ങളും സൃഷ്ടിച്ചു. കോമൾ ഇനി എന്റേതാണ്, അവൾ എന്നോടൊപ്പം ജീവിക്കും, നീ ഇതിനിടയിൽ വരരുത് എന്ന് സണ്ണി പരസ്യമായി മോനുവിനെ ഭീഷണിപ്പെടുത്തി. ഈ സംഭവം മോനുവിനെയും കുടുംബത്തെയും വലിയ മാനസികാഘാതത്തിലേക്കും നാണക്കേടിലേക്കും തള്ളിവിട്ടു. രക്ഷിക്കാൻ ശ്രമിച്ച ബന്ധം നാട്ടുകാരുടെ മുന്നിൽ നാണം കെട്ട് തകരുകയായിരുന്നു. ഇതിനുശേഷം മോനു തീവ്രമായ വിഷാദത്തിലേക്കും ചിന്തകളിലേക്കും വഴുതി വീണു. അവന് തന്റെ മകളെ കാണാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ഒടുവിൽ 2026 ജൂലൈ 7 സ്വന്തം മകളെ കാണാമെന്ന പ്രതീക്ഷയോടെ മോനു തന്റെ ഭാര്യയുടെ വീട്ടിലേക്ക് പോയി. മകളെ കാണാമെന്ന അവസാന പ്രതീക്ഷയോടെയാണ് ജൂലൈ 7 മോനു ഭാര്യ വീട്ടിലേക്ക് പോയത്. എന്നാൽ അവിടെ വെച്ചുണ്ടായ അനുഭവങ്ങൾ അവനെ മാനസികമായും പൂർണ്ണമായും തകർത്തു കളഞ്ഞു. വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം തനിക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങളെക്കുറിച്ച് അവൻ ആരോടും ഒന്നും സംസാരിച്ചില്ലെങ്കിലും തന്റെ ഡയറിയിൽ ഏവരെയും ഭയപ്പെടുത്തുന്ന ഒരു വരി കുറിച്ചു. ജൂലൈ 7 എനിക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ എനിക്ക് ആരോടും വിവരിക്കാൻ പോലും ആകില്ല. ഇതിനിടയിലാണ് അവൻ ഫോണിൽ വിതുമ്പി കരഞ്ഞുകൊണ്ട് ഒരു വീഡിയോ എടുത്തത്. അവരെന്റെ കുട്ടിയെ കൊല്ലും, അവസാനമായി എനിക്ക് എൻ്റെ മകളെ കാണണം എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന ആ വീഡിയോയിൽ തന്നെ ഈ അവസ്ഥയിലാക്കിയത് കോമളും സണ്ണിയുമാണെന്ന് അവൻ വ്യക്തമായി പറഞ്ഞു. എന്നാൽ കുടുംബാംഗങ്ങൾ അവൻ വിഷമഘട്ടത്തിൽ വികാരഭരിതനായി സംസാരിക്കുകയാണെന്ന് കരുതി ആ വാക്കുകളുടെ ഗൗരവം തിരിച്ചറിഞ്ഞില്ല. ജൂലൈ 20 ആ കറുത്ത ദിവസം എത്തി. തുടക്കത്തിൽ കാര്യങ്ങൾ സാധാരണ പോലെ തോന്നിച്ചെങ്കിലും ഉച്ചയോടെ മോനു വീടിന്റെ 2ാം നിലയിലെ തന്റെ മുറിയിലേക്ക് പോയി. ഏറെ സമയം കഴിഞ്ഞിട്ടും താഴേക്ക് വരാതിരുന്നതിനെ തുടർന്ന് ഇളയ സഹോദരൻ കപിൽ അവനെ അന്വേഷിച്ച് മുകളിലേക്ക് പോയി. മുറി തുറന്നപ്പോൾ കണ്ടത് മോന് തന്റെ ആ മുറിക്കുള്ളിൽ തൂങ്ങി നിൽക്കുന്ന ദാരുണമായ കാഴ്ചയായിരുന്നു. ഉടൻ തന്നെ കുടുംബാംഗങ്ങൾ ചേർന്ന് അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചു. സഹോദരൻ കപിൽ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി. ചേച്ചിയമ്മ കോമളിനും അവളുടെ കാമുകൻ സണ്ണിക്കുമെതിരെ പരാതി നൽകി. തുടർച്ചയായ മാനസിക പീഡനവും ഭീഷണിയുമാണ് മോനുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതെന്ന് കുടുംബം ആരോപിച്ചു.
പോലീസ് മോനുവിന്റെ മൊബൈൽ ഫോൺ, വീഡിയോ ദൃശ്യങ്ങൾ, ഡയറി കുറിപ്പുകൾ എന്നിവ തെളിവുകളായി കസ്റ്റഡിയിലെടുത്തു. മോനുവിന്റെ മരണത്തിന് ഉത്തരവാദികളായ കോമളിനും സണ്ണിക്കുമെതിരെ കേസെടുത്ത് നിയമ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. കേസിൽ നിലവിലിപ്പോൾ വിചാരണ നടപടികൾ പുരോഗമിക്കുകയാണ്. വിശ്വാസവഞ്ചനയും വഴിവിട്ട ബന്ധങ്ങളും ഒരു കുടുംബത്തിന്റെ സന്തോഷത്തെ എങ്ങനെ പൂർണ്ണമായും തകർത്തു കളയുമെന്നതിന്റെ ഒരു നടുക്കുന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ സംഭവം. പരസ്പര വിശ്വാസമില്ലാത്ത വഴിവിട്ട ബന്ധങ്ങളും അന്ധവിശ്വാസങ്ങളും പണത്തോടുള്ള ആർത്തിയും ഒരു കുടുംബത്തിന്റെ സന്തോഷത്തെ മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ മനുഷ്യത്വത്തെ തന്നെ പൂർണ്ണമായും തകർത്തു കളയും. അതിനാൽ പങ്കാളികളെ തിരഞ്ഞെടുക്കുമ്പോഴും ജീവിത തീരുമാനങ്ങൾ എടുക്കുമ്പോഴും എപ്പോഴും ജാഗ്രതയും സുതാര്യതയും പാലിക്കുക. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയാം. ഇതുവരെയും വീഡിയോ കണ്ടിട്ട് ഇപ്പോഴും ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും അത് കമന്റിൽ പറയുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.